വാക്യമായി വായിച്ചു നമ്മുടെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്താം. 121 സങ്കീർത്തനം Psalms 121. Let us read that Psalms verse by verse. ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം വരും. നിന്റെ കാൽ വരുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തൊട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതലേക്കും പരിപാലിക്കും. വിശുദ്ധകരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ നന്ദി, ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം, ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ശക്തി പോരാ, ശക്തി പോരാ, ശക്തി പോരാ, ശക്തി പോരാ. ബലമുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ശാന്തനാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ ഇരിക്കാം. സമയം വളരെ വേഗത്തിൽ ഓടുന്നതുകൊണ്ട് ഞാൻ വലിയൊരു മുഖവരയ്ക്ക് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനൊരു 10:30 ദേവദാസന സമയത്തെ കൈമാറണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അരമണിക്കൂർ നമ്മുടെ ക്ലോക്കിൽ ലേറ്റായി. നിങ്ങളാരും ഭാരപ്പെടേണ്ട. നമുക്കൊരു ആത്മീക വിരുന്ന് കർത്താവിന് നൽകി തരുന്നു. ആത്മീക വിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭൗതികമായ ഒരു വിരുന്നും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ഇന്ന് പട്ടിണിയോടെ പോകത്തില്ല. ഹോസ്റ്റലിലെ ബിരിയാണി ഓർത്ത് നിങ്ങളാരും ഭാരപ്പെടേണ്ട. ഹോസ്റ്റലിനേക്കാളും മെച്ചപ്പെട്ട ബിരിയാണി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഹോസ്റ്റലിൽ നിങ്ങൾക്ക് എല്ല് കിട്ടും അല്ലേ, കാലെന്ന് പറഞ്ഞ് കിട്ടും, എല്ല് കഷ്ണമേ കിട്ടി വരും. ഇവിടെ അങ്ങനെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ബിരിയാണി വരുമ്പോൾ അറിയാം. പോകട്ടെ, സമയം മുൻപോട്ട് പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ ഇതേ നാമത്തിലുള്ള അനേവരെയും இந்த ஆராதனை கூட்டத்துக்கு நாங்கள் அன்போடு வரவேற்கிறோம். இன்றைக்கு கடந்து வந்த புதுசாக வந்த ஆல்பமுக்காகவே நான் கர்த்தருக்கு நன்றி செலுத்துகிறேன். சமயம் இல்லாததுனால நான் ரோட்டி ப்ரொடக்ஷனுக்கு போக விரும்புவதில்லை. சதீஷ் ரொம்ப நாளைக்கு அப்புறம் தான் பாடுறதில்லை, ரொம்ப வருஷமாக நினைக்கிறேன். சில சதீஷ் இல்லை. ஓகே, சதீஷ் வந்துட்டு இல்லை. ஓகே ஓகே ரைட். പ്രൈസ് ദി ലോർഡ്. സതീഷ് കൃഷ്ണ ഒരുപോലെ എനിക്ക് തോന്നി, കുഴപ്പമില്ല. ഓക്കെ, അതൊക്കെ സർവ്വസാധാരണമാണ്. കടന്നു വന്നവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രജിൽ അവർ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു ദേവദാസനാണ്. വളരെ ഞങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സ്വന്തം സഹോദരങ്ങളെ പോലെ പെരുമാറുന്ന ഒരു ദേവദാസനാണ്. എലീൻ ഫെയ്ത്ത് ടാബർനാക്കിൾ. അദ്ദേഹം വരുമ്പോൾ ഡെലിവറൻസ് ചർച്ച എന്നാണ് പേരുകൾക്ക് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നാലും എല്ലാം ഒന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം കർത്താവിൻ്റെ സഭയാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഏറ്റവും അധികം കടന്നു വന്ന് ശുശ്രൂഷിച്ചുള്ള ദേവദാസനാണ് പ്രിയ രജിൽ പാസ്റ്റർ. നമ്മുടെ സഭയിൽ ഇങ്ങനെ എല്ലാവരെയും നമ്മളങ്ങനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഒരാളെ വിളിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രിയ ചാച്ചൻ, പോലീസ് മക്കായ ചാച്ചനോട് ചോദിക്കും. ചാച്ചനാണ് ഒരാളെ പറഞ്ഞു വിടാറ്. ഞാൻ ചാച്ചനെ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ദേവദാസനാണ് രജിൽ പാസ്റ്റർ. ഒരിക്കൽ ഞങ്ങൾ വിളിച്ചു, പിന്നെ ഞങ്ങൾക്ക് മറ്റാരെയും വിളിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 5 വർഷം 6 വർഷത്തൊരു ഗ്യാപ്പ് വന്നു. 6 വർഷത്തിന് ശേഷം പഴയ അതേ സ്നേഹബന്ധത്തിൽ ഒട്ടും കുറയാതെ ഇന്ന് പകരം ദേവദാസൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഡെലിവറൻസ് സിറ്റി ചർച്ചിൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ കൂടിയ ഒരു ആരാധനയിൽ പങ്കെടുക്കുന്ന എനിക്കൊരു ദേവദാസൻ ആദ്യമായിട്ടാണ്. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അന്നത്തെ കാലത്ത് എല്ലാ ആരാധനയിലും ഉണ്ടായിരുന്നു. അദ്ദേഹം കടന്നു വരുമ്പോഴൊക്കെ 80, 100, 60, 70 റേഞ്ചിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ദൂത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഒതുങ്ങിയ കൂട്ടമല്ല. അതിൻ്റെ ബാക്കി ഇന്ന് ദൈവാത്മാവ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അവസ്ഥകളെ വിശാലപ്പെടുത്തട്ടെ. അപ്പോൾ ഡെലിവറൻസ് സിറ്റി ചർച്ച് എന്ന് പറഞ്ഞത് സിറ്റിയിലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ആരംഭിച്ചത്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് തന്നെ വീണ്ടും മടങ്ങി പോകേണ്ടവർ. ഇനിയും അങ്ങനെ ഒരു ഷിഫ്റ്റ് കർത്താവ് തരും. പക്ഷെ നിങ്ങളെ മറക്കത്തില്ല. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം
ഒന്ന് ചെയ്യട്ടെ. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം എന്നെ ഒട്ടും അനുവദിക്കുന്നില്ല. ദൈവദാസൻ മാക്സിമം സമയം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 11 മണിയോട് ചിന്തിച്ചു 11:05 എൻ്റെ ക്ലോക്കിൽ. പ്രിയ കർത്താവദാസൻ പാസ്റ്റർ രജിൽ തന്നെ പരിചയപ്പെടുത്തും. അദ്ദേഹം കോതമംഗലത്ത് താമസിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ ഉപയോഗിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ അഭിഷേകത്തിലാണ്. നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ ലഭിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട എലീഫയും ടബാർനാക്കിൾ ചർച്ചാലോകത്തിൽ ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരുമിച്ച് കർത്തദാസിനോട് പ്രിയമക്കളോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ കർത്താവ് എനിക്ക് നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. എൻ്റെ കുമാരിക്കുമാണ് അനുഗ്രഹീത കർത്തദാസൻ കുടുംബം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. വലിയ ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. എത്ര പേരത് രുചിച്ചറിയുന്നുണ്ട്? പ്രിയ മക്കളൊക്കെ കാണുമ്പോൾ ചില വർഷം മുന്നോട്ട് പോകും. അന്ന് ചർച്ചയുടെ ബന്ധത്തിൽ പ്രിയ പാസ്റ്റർ അറിയിച്ചതുപോലെ പല പ്രാവശ്യം കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം വലിയ ആത്മപകർച്ചയുടെ മീറ്റിംഗായിട്ട് മാറിയിട്ടുണ്ട്. അഭിഷേകത്തിൻ്റെ നിറവ് വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നേഴ്സിംഗ് പഠിക്കാൻ വന്നിരിക്കുന്ന അനേക സ്റ്റുഡൻസുകൾക്ക് ഇതൊരു ബലമായിട്ടുണ്ട്. ചിലർ അഭിഷേകം പ്രാപിച്ച് ലോകത്തിൻ്റെ പല കോണുകളിൽ അവരായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്മരിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊരുമിച്ച് വീണ്ടും ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ ദൈവാത്മാവിനാൽ ഒരുക്കി തന്നതോർത്ത് ഞാനും വളരെ സന്തോഷത്തോടെ തന്നെ ആയിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടെ ഇന്ന് പകലായിരിക്കാം. ഈ വിശുദ്ധ ദിനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം തിരുവചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ എത്രത്തോളം പ്രാർത്ഥനാപൂർവ്വം നാം ആയിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോട് ഹാലലുയ പറഞ്ഞാണ്. അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ബോധ്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? നിങ്ങളോട് അറിയിപ്പാൻ ദൈവാത്മാവിന് ദൂത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പ്രവചന ദൂതാണ്. നിങ്ങൾ എത്രത്തോളം അത് റിസീവ് ചെയ്യുന്നുവോ അത്രത്തോളം വരും ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കാണാനിടയാണ്. മുഖമുര കൂടാതെ വേഗത്തിൽ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് വെച്ച് കോതമംഗലം സ്വദേശിയാണ്. അവിടെ അസംബ്ലി സർക്കാരോട് ബന്ധത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവായി നേതൃത്വം പോവുകയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വരം ശുശ്രൂഷിപ്പാൻ ദൈവം ഇതുവരെയും സഹായിച്ചു. നിങ്ങളോടൊപ്പം ഇന്ന് പകലായിരിക്കും. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായി വേദഭാഗം നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 36-ാം വാക്യം. 2 Chronicles chapter 29 verse 36. ദൈവം ജനത്തിന് ഒരുക്കി കൊടുക്കുകയും യെഹോസ്കിയാവ് സകല ജനം സന്തോഷിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം. ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ യെഹോസ്കിയാവ് സകല ജനവും സന്തോഷിച്ചു.
ശക്തത്തിലല്ലോ നടന്നത്. പിതാവേ, സ്വർഗീയ കർത്താവേ, നല്ല പ്രഭാതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ നല്ലൊരു അവസരം ഞങ്ങൾക്കായി ഒരുക്കിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം പകരണം. ദിനത്തെ വിവേചിപ്പാൻ കൃപ തരണം. വചനത്തിൻ്റെ ആഴങ്ങളെ പ്രകാശിക്കണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിനായിരിക്കാം. ഗീത കർത്തദാസനെ കുടുംബത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി കുടുംബമായി സമർപ്പിച്ച ഒരു മറ്റൊരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. മറ്റു പലരും മറ്റു പല ജോലികളിലും മറ്റു കാര്യാദികളിലൊക്കെ ഇൻവോൾവായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ച് കുഞ്ഞുങ്ങളും മൂവരും അതുപോലെ ഒപ്പത്തിനൊപ്പം നിൽപ്പാൻ ദൈവം കൊടുത്ത ആ സമർപ്പണത്തിനായി ദൈവത്തിന് നന്ദി കയറ്റുന്നു. ദൈവം നിങ്ങളെ വളർത്താൻ പോകുന്നു. ശക്തമായി ഒരു വിശാലത ദൈവം നിങ്ങൾക്ക് തരും. വിശ്വസിക്കുന്ന പ്രകാരമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്ക് കയറിയിരിക്കുന്ന സമയം മുതൽ എൻ്റെ ഉള്ളത്തിൽ പ്രകാശിച്ച ഒരു വേദഭാഗമാണ്. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യെഹെസ്കേയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ക്ഷണത്തിൽ നിറവേറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ബോധ്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് ആവശ്യങ്ങളും ഇൻസ്റ്റന്റ്ലി നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം ശക്തിയോടെ ഈ ആണ്ട് തീരും മുമ്പേ ചലിക്കാൻ പോകും. വിശ്വസിക്കുന്ന എത്ര പേരോ? ക്ഷണത്തിൽ ദൈവം കാര്യം നടത്തി കൊടുത്ത ചില വിഷയങ്ങളുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽ നിങ്ങളോട് ചില ദൈവിക സന്ദേശം തിരുവചനാടിസ്ഥാനാർത്ഥ കൃപയാൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. ദൈവം ഇതിനകത്ത് ജീവിക്കുന്ന എല്ലാവരോടും സംസാരിക്കും. അങ്ങനെ അധികം കൊണ്ടും അല്പം കൊണ്ട് ദൈവത്തെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യമായ കാര്യം. വായിച്ച പഠനത്തിലേക്ക് നമ്മുടെ സമയത്തിരിക്കാം. ഒന്നും കൂടി വായിച്ചു. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യെഹെസ്കേയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നു. എനിക്കറിയില്ല, ശക്തമായ ആ ഒരു ഭാഗത്തെ ചെയ്യുന്നു. ക്ഷണത്തിൽ ചില കാര്യങ്ങൾ നടന്നു. ക്ഷണത്തിൽ നടന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ക്ഷണത്തിൽ എവിടെയൊക്കെ വേദപുസ്തകം പഠിച്ചത് നമുക്ക് കാണാൻ കഴിയും. ക്ഷണത്തിൽ അദ്ദേഹം നമുക്ക് ചെയ്തു. ഇനി എങ്ങനെയാണ് ക്ഷണത്തിൽ ഒരു ഭക്തന് വേണ്ടി ദൈവം ചെയ്തു കൊടുക്കുന്നതെന്ന് തിരുവചനാടിസ്ഥാനാർത്ഥം ചെക്ക് ചെയ്താൽ ആർക്കാണോ ദൈവം ക്ഷണത്തിൽ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ ഒരു ഒരുക്കം വേണം. ഒരുക്കമുള്ളിടത്താണ് ദൈവം ക്ഷണത്തിൽ കാര്യം ചെയ്യുന്നത്. ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം പരിശോധിച്ച് ദൈവിക ആലയത്തോടുള്ള ബന്ധത്തിലാണ് പൂർണ്ണമായി വെളിപ്പെട്ടു വരുന്നത്. ക്ഷണത്തിൽ നമുക്കറിയാം 28-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ ആലയത്തിന്റെ അന്തരീക്ഷം കെട്ടുപോയൊരു സാഹചര്യം കാണാൻ കഴിയും.
ആഹാസ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ വാഴ്ചയുടെ കാലയളവിൽ ആലയത്തിലെ അന്തരീക്ഷം കെട്ടുപോയി, ആലയത്തിന്റെ വാതിൽ അടഞ്ഞുപോയി, ആലയത്തിനകത്ത് അന്യാരാധനയുടെ ഇൻഫ്ലുവൻസ് കടന്നുകൂടി, ശക്തമായി എല്ലാം അലക്ഷ്യമായി, പലരും ചിതറി പോയി, ആലയം ശൂന്യമായി അടച്ചിടേണ്ട ഒരു അനുഭവം 28-23 മുതൽ 27 വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിലേക്കൊന്നും ഞാൻ അധികമായി പ്രവേശിക്കുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കാര്യം ഇടപെടുമ്പോൾ എല്ലാറ്റിനും ഒരു പൂർണ്ണത വേണം. അതുകൊണ്ട് സ്തോത്രം, എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചായിരിക്കണം മുന്നോട്ടുള്ള ഗമനാഗമനം എന്നറിഞ്ഞാൽ കൊള്ളമായിരിക്കും. വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ആലയത്തിലെ അന്തരീക്ഷം കിട്ടുമ്പോൾ ആ വാക്ക് മാത്രം ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളമായിരിക്കും ഞാൻ ആഗ്രഹിക്കുകയാണ്. 28, 23, 24, 25 വായിച്ചോ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, വാതിലുകൾ അടച്ചു, ബലിപീഠങ്ങൾ ഉണ്ടാക്കി, അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടുവാൻ പൂജാഗിരികൾ ഉണ്ടാക്കി കോപിപ്പിച്ചു. 27 വായിക്കുമ്പോൾ കാണുന്നു, ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, അവനെ യെരൂശലേം നഗരത്തിൽ അടക്കം ചെയ്തു, രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ലതായി. ഓരോരോ രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലയളവിൽ വെളിപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് അന്തരാത്മാവിൽ ഒരു ക്ഷേമം, മോട്ടിവേഷൻ എന്നൊരു പ്രതിയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങളോട് അറിയിപ്പാൻ കൃപയാൽ ആഗ്രഹിക്കുന്നത്. ആകാശത്തെ വാഴ്ചയുടെ കാലയളവിൽ ദൈവ കൃപ വിട്ട് മാറി ആലയത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയി, ആലയത്തിനകത്ത് ചില അന്യാരാധനയുടെ ആധിപത്യം പ്രവേശിച്ച് ഉപകരണങ്ങളെല്ലാം ഉടയപ്പെട്ട് തകരപ്പെട്ട് ആകാശം മരിച്ചു. അതുപോലെ അന്തരീക്ഷം മുഴുവൻ കെട്ടു, ആകാശം മരിച്ചുപോയി. ഒരു രാജാവിൻ്റെ മരണത്തിൽ രാജകീയ അകമ്പടിയോടെ രാജകീയ കല്ലറയിൽ അടക്കം ചെയ്യേണ്ടതിന് പകരം നാം വായിച്ചു കേട്ടു, പുറപ്പറമ്പിൽ അടക്കം ചെയ്തെന്നാണ് എഴുതിച്ചത്. നഗരത്തിൽ അടക്കം ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം ഗ്രഹിച്ചോണം, ആരംഭത്തേക്കാൾ നമ്മുടെ അവസാനം നല്ലതാണ്. നമുക്ക് നല്ലൊരടക്കം കിട്ടും. വിശ്വസിക്കുന്ന അഭിപ്രായമുണ്ട്. ഈ 66 പുസ്തകം പഠിച്ചാൽ ഏറ്റവും വിലയേറിയതായിട്ട് കാണുന്ന ഒന്നേ ഉള്ളൂ. എന്താണ്? ഭക്തരുടെ മരണം. മരണത്തെ കുറിച്ച് പറയാൻ തോന്നുന്ന ഒരു ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആ ഒരു റൂട്ടിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളാം, കർത്താവ് ഏറ്റവും വിലയേറിയതായിട്ട് ഭക്തന്റെ മരണം. ഞാൻ എത്ര നന്നായി പ്രീച്ച് ചെയ്താലും, എത്ര അക്യുറേറ്റ് പ്രോഫസി പറഞ്ഞാലും, ജനത്തെ എത്ര ആത്മാമണ്ഡലത്തിലേക്ക് നയിച്ചാലും, എൻ്റെ മരണം ക്രിസ്തുവിനല്ലെങ്കിൽ പോയി. അതുകൊണ്ടൊരു കാര്യം ഉറപ്പിച്ചോണം, എല്ലാറ്റിൻ്റെയും കാതലായ കാര്യം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യത നഷ്ടപ്പെടുന്ന നിലവാരത്തിലുള്ള ഒന്നിലേക്ക് തിരിയാൻ നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തേക്കരുത്. വിശ്വസിക്കുന്നവരെ അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. ഉറച്ചു നിന്നോണം. ആകാശത്തെ വാഴ്ചക്കാരുടെ ആകാശം ഹൃദയം ചാഞ്ചാടിപ്പോയി, സാക്ഷ്യം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ആകാശത്തിന്റെ മകനായ ഹിസ്കിയാവിനെ ദൈവം അതിന് പിന്നാലെ കയറ്റിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞു.
ശുശ്രൂഷ നശിപ്പിച്ചെടുത്ത് പലതും അലക്ഷ്യമാക്കി നിർത്തിയെടുത്ത് പിന്നാലെ ഒരു ജനറേഷൻ എഴുന്നേറ്റു വന്നു. നമുക്ക് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രാർത്ഥനയിലും ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒരു ജനറേഷൻ പുറത്തു വരാൻ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. നമുക്കറിയാം, അവിടെ ഇരിക്കുന്നവന്റെ മകനായ യെഹെസ്കേലിന്റെ പകരം രാജാവായി 29-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന യെഹെസ്കേൽ 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന പേര്. ഓരോരോ അധ്യായത്തിന്റെ ആരംഭം വായിക്കുമ്പോഴും അവിടെ ഓരോരോ അമ്മമാരുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ്. എന്തുകൊണ്ടാണ് ഈ അമ്മമാരുടെ പേരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത് ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഗ്രഹിക്കാൻ വേണ്ടി മാസം അപ്പന്മാരെ എവിടെയൊക്കെ ശരിയല്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോയോ അവിടെ എല്ലാം ശക്തമായി ഉപയോഗിച്ചത് അമ്മമാരെയാണ്. അങ്ങനെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടൊരു അമ്മയായിരുന്നു അബിയ. അബിയയെ കുറിച്ച് പഠിക്കുമ്പോൾ സെക്രിയാവിന്റെ മകളാണ് അബിയ. ഈ സെക്രിയാവിനെ കുറിച്ച് പഠിച്ചാൽ ഏകദേശം 16 സെക്രിയാവുമാരുണ്ട് ബൈബിളിൽ. എല്ലാം എക്സ്പെരിയൻറ്റ് ആയിട്ട് നമുക്ക് ഭക്തരുണ്ട്, അഭക്തരുണ്ട്, പുരോഹിതരുണ്ട്, പ്രവാചകരുണ്ട്, നല്ല നിലവാരത്തിൽ സാക്ഷ്യം പഠിച്ചവരുണ്ട്. ഇവിടെ ദൈവകൃപയുള്ളൊരു സെക്രിയാവിന്റെ മകളായിരുന്നു അബിയ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പൻ ദൈവത്തെ വിശ്വസ്തയോടുകൂടെ സേവിച്ചതുപതി അപ്പന്റെ മകളായ അബിയയും വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് ഉറച്ചു കണ്ണുനീരോടെ പോരാടാൻ തുടങ്ങിയപ്പോൾ മകനായ യെഹെസ്കേലിന് 25-ാമത്തെ വയസ്സിൽ അപ്പനാൽ ചെയ്തെടുക്കാൻ കഴിയാത്ത ശുശ്രൂഷ ആലയത്തോടുള്ള ബന്ധത്തിൽ ചെയ്തെടുക്കാൻ മകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്നും പകലെത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരയുന്ന അമ്മമാർ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ചില ജനറേഷൻ പുറത്തു വരും. തിരുവചനം എവിടെ പരിശോധിച്ചോ അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ശക്തി ഉണ്ട് എങ്കിൽ പോലും അമ്മമാരോടാണ് കൂടുതൽ പിടിവിൽ നിന്ന് രാത്രിയുടെ യാമാരവത്തിലാണെങ്കിൽ പോലും ഉറക്കളച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഹേമം പ്രേരണ കൊടുക്കുന്നത്. കാരണം ഒരു പുതുക്കൊടി ബന്ധമുണ്ട്. ഏതമ്മ പ്രാർത്ഥിച്ചാലാണ് കർത്താവ് കേൾക്കാത്തത്? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് വളരെ പ്രാഗൽഭ്യത്തോടെ തിരുവചനം അവൻ നിങ്ങളോട് അറിയിക്കാൻ മുഖാന്തരമായി മാറിയിട്ടുള്ളതും എൻ്റെ അമ്മ ഇതിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഞാനും അമ്മയാണ് ആദ്യ വിശ്വാസത്തിൽ കടന്നുകൊണ്ടത്. ഹല്ലേലൂയ. വരാനുള്ള സാഹചര്യമൊക്കെ യൂട്യൂബിൽ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു സാക്ഷ്യമുണ്ട്. ഒരു ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചു വളർന്ന് ഹിന്ദു ആചാരപ്രകാരമുള്ള ചേഷ്ടകളൊക്കെ കാണിച്ച് അതേ നിലവാരത്തിൽ പല ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലേക്കും മോഹങ്ങളിലേക്കും ഭോഗങ്ങളിലേക്കും കടന്നുപോയ പ്രതി ദേശത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം വലിയ കേസിന് പുറമെ കേസുമായി, അത് മാത്രമല്ല ശാരീരികമായി ബലഹീനത, രോഗാവസ്ഥയിലൂടെ കടന്നുപോയി ഒരു വാക്കുപോലും സ്ഫുടമായി സംസാരിക്കാൻ കഴിയാതെ വിക്കും, ഭക്ഷണം കഴിച്ചാൽ ദീർഘമായി പോകാതെ വണ്ണമുള്ള പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. എൻ്റെ അമ്മ 8 വർഷമായി പാരലൈസായി കിടന്ന ഒരു വ്യക്തിയായിരുന്നു. പിതാവ് മാനസികമായി സമനില തെറ്റിയ പ്രതീതിയിൽ ചേഷ്ടങ്ങൾ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. അവൻ സഹോദരന്മാർ പല കൂട്ടുകെട്ടിൽ അകപ്പെട്ട അനേകം കേസുകൾ കടിമപ്പെട്ട് ഒളിവിൽ പാർക്കുന്നവരായിരുന്നു. ആ നിലവാരത്തിലാണ് കർത്താവായ യേശു ഞങ്ങളെ സ്നേഹിച്ച് വിടുവിച്ച് ഇത്ര വലിയൊരു പൊസിഷൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്ന എത്ര പേരാണ്? നമ്മുടെ ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളാണെങ്കിൽ പോലും യേശുവിനും പരിഹരിക്കാൻ കഴിയും.
ഇതുപോലൊരു കൂട്ടായ്മയിൽ അറിവ് കിട്ടിയതിൽ പ്രതി തളർന്നു കിടക്കുന്ന മാതാവിനെയും മാനസിക സമ്മതം തെറ്റിയ പിതാവുമായി അവനൊരു ഓട്ടോറിക്ഷയിൽ ഒരു റബ്ബർ തോട്ടത്തിൽ വന്നിറങ്ങി. അതിൽ പ്രതി ബെഡ്റൂമിൻ്റെ വലുപ്പമുള്ള ഒരു ഹോളിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ ഞാനും പിതാവും മാതാവും സംബന്ധിച്ച് നിൽക്കുന്നു. ശക്തമായ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെയാണ് ഇതിൽ ആരാധനയൊന്നും ഒരു പരിചയമില്ലാത്ത പ്രതി പിന്നിൽ വന്ന് ഭിത്തിയിൽ ചാരി മാതാവിൻ്റെ കാല് നീട്ടി ഇരുത്തിയിരിക്കുന്നു. ഞാൻ അനുകരിക്കുന്നു, പിതാവ് ഇരിക്കുന്നില്ല എന്ന് നോക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത്. ശക്തമായി ആരാധന നിന്നു. ദൈവദാസൻ കണ്ടു തുറന്ന് നോക്കിയത് എൻ്റെ മുഖത്തേക്കാണ്. 2-3 ദിവസം മുമ്പ് ദൈവദാസൻ സുവിശേഷം നടന്നു പോകുന്ന സമയത്ത് വീട്ടിൽ വരുവാനിടയായി എന്നോട് സുവിശേഷം അറിയിച്ചു. ആ സമയത്ത് വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയമായിരുന്നു. എന്നാൽ ചർച്ചിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അമേശ്വരം ഒഴിവാക്കിയെങ്കിലും അമേശ്വരം ദൈവം കണ്ട ഒരു കുടുംബമാണെങ്കിൽ, ദൈവം കണ്ട ഒരു പൈതലാണെങ്കിൽ, ദൈവം കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ അമേശ്വരത്തെ ദൈവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും. വെള്ളിയാഴ്ച രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ശക്തമായി സ്വപ്നം കാണുന്നു. വെള്ളവസ്ത്രം ധരിച്ച് ശക്തമായി ഒരു പ്രാർത്ഥന നടക്കുന്നു. അതിനിടയിൽ ഞാനും എൻ്റെ മാതാവും പിതാവും ഉണ്ട്. എന്താണ് എവിടെയാണെന്ന് പിടിയില്ല. ശക്തമായ ഉറക്കത്തിൽ നിന്ന് ചാടി ഉണർന്നു. അമേശ്വരം എൻ്റെ ഉള്ളിൽ ഭരിക്കുന്ന ചിന്ത കർത്തൃദാസനെ കാണണമെന്നാണ്. എന്നാൽ അദ്ദേഹം വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന മാത്രയിൽ ഒരു കുറിപ്പെഴുതി എൻ്റെ പോക്കറ്റിൽ ഇടുവാനിടയായി. അഡ്രസ്സാണ്. അത് തപ്പിയെടുത്ത് അവൻ അതിരാവിലെ എഴുന്നേറ്റില്ല റെഡിയായി ചെന്നതാണ് അമേശ്വരം ആലയത്തിൽ. അങ്ങനെ അമേശ്വരത്തിൽ ഞങ്ങളെ കണ്ടപ്പോൾ വലിയ സന്തോഷം ചിന്തിച്ചു. എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് കൂടി പാടി ആരാധിക്കാമെന്ന് പറഞ്ഞ് ഈ പുസ്തകം പ്രാർത്ഥിച്ചതുപോലെ ശക്തമായി എഴുന്നേറ്റുന്ന ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുപോലുള്ള ചില സഹോദരിമാരുണ്ട്. അവൻ കുറച്ച് പേരെ ഒരു പൈനിയർ വേലയാണ്. അവൻ ദൈവമക്കളൊന്നും ഇല്ലാത്തൊരു പ്രതി 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രസിദ്ധമാക്കി. അവൻ ഇരിക്കുന്ന സമയത്താണ് അമേശ്വരം ചെല്ലുന്നത്. ശക്തമായി ആരാധന വെളിപ്പെടാൻ തുടങ്ങുന്ന മാത്രയിൽ അവിടെ ഇരിക്കുന്ന സഹോദരിമാർ എഴുന്നേറ്റ് തുള്ളിച്ചാടി സ്റ്റെപ്പ് കണ്ടപ്പോൾ അമേശ്വരം യഥാർത്ഥത്തിൽ ചിരി വന്നു. ഞാൻ കുനിഞ്ഞിരുന്ന് ചിരിക്കാൻ തുടങ്ങി. കാരണം പല പുറമേലും ഗാനമേളയ്ക്കും സിനിമാറ്റിക് ഡാൻസിനൊക്കെ നന്നായി സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് എൻ്റെ ബുദ്ധി കടന്നു പോകാനിടയായി. ഞാൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചു. ചിരിച്ച് കുടി വിട്ടു എന്നുള്ള പറയുമ്പോഴത്തെ വേണം കയ്യിൽ നിന്ന് ചിരിയൊക്കെ പോയി. സ്തോത്രം. ദൈവദാസൻ ഓടി വന്നു. തലയിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു. ഒരു വള്ളി വലിച്ചു പൊട്ടിച്ചെങ്ങനെ ശബ്ദം കേൾക്കും, ഒരു റബ്ബർ ബാൻഡ് പൊട്ടിയാലെങ്ങനെ ശബ്ദം കേൾക്കും എന്നതുപോലെ ചങ്കിനകത്തോന്നും പൊട്ടുന്നൊരു ശബ്ദം കേട്ടു. ഇന്ന് 24 വർഷമായി ആ ശ്വാസം കൊണ്ട് പിന്നീട് വന്നിട്ടില്ല. നാവിൻ്റെ കെട്ടഴിഞ്ഞു, വിക്കുമാറി ഉദരത്തിൻ്റെ കെട്ടഴിഞ്ഞു. അന്ന് മനസ്സിലായി യേശു സത്യദൈവം, യേശു വിടുവിക്കുന്ന ദൈവം. പ്രിയരെ, ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയത്തിലാണ്. കെട്ടഴിഞ്ഞവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ അകരം തുറക്കാൻ തുടങ്ങും, അവൻ കൈയടിക്കാൻ തുടങ്ങും, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ദൈവാത്മമായി കണക്റ്റായി ഇരിക്കുന്നവർ പറഞ്ഞ് ശക്തമായി എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ തുടങ്ങി. വല്ല ദുർഭൂത ശക്തി വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുപോകട്ടെ എന്ന് വേണം. കൂട്ടുദാസന്മാരും അധികദാസൻ സപ്പോർട്ട് ചെയ്ത് ആരാധിച്ചു. ശക്തമായ ആരാധനയുടെ ഒരു പൂർണ്ണത വെളിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ ആരാധനയെ കഴിയുന്നൊരു വിലാപത്തിൻ്റെ കരച്ചിലിൻ്റെ പുറകിലിൻ്റെ ശബ്ദം കേട്ടു. ക്ഷണത്തിൽ എല്ലാവരുടെയും ആരാധന പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഭവാനി 8 വർഷമായി തളർന്നു കിടന്ന അമ്മയ്ക്ക് എഴുന്നേറ്റ് തുള്ളിച്ചാടി ആരാധിക്കുക. ആ ആരാധന അമ്മയുടെ ബന്ധനമഴിഞ്ഞു. അമ്മയെ ബന്ധിച്ച് കിടപ്പിലാക്കിയത് ഭൂതമായിരുന്നു. ആരാധനയിൽ വെളിപ്പെട്ട ദൈവശക്തിയാൽ ദുർഭൂത ശക്തി വിട്ടുപോവുകയും അമ്മ എഴുന്നേറ്റ് തുള്ളിച്ചാടി ആരാധിക്കുകയും ചെയ്തു. അമ്മയുടെ വിടുതൽ കണ്ട് മാനസിക സമനില തെറ്റി ചേഷ്ടകൾ കാണിക്കുന്ന പിതാവിൻ്റെ സുബോധം മടങ്ങി വന്നു. പറയട്ടെ, ഒറ്റ ആരാധനയിൽ
3 വിടുതൽ സൗജന്യമായി തന്ന യേശു അവൻ ജീവനുള്ള ദൈവമല്ലാതെ പിന്നെ ആരാ? ആ ദൈവത്തെയാണ് ഇന്ന് പകരം ഉയർത്താൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് പ്രീച്ച് ചെയ്യുന്നത്. സോ അപേക്ഷ വളരെ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. ദൈവം ഇന്ന് പകൽ ശക്തമായി നമ്മോട് ഇടപെടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അമ്മയ്ക്ക് ലഭിച്ച വിടുതൽ ലക്ഷ്യമായി ശക്തമായി വേണം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായി അപേക്ഷിച്ചു. എനിക്കൊരു സമർപ്പണം വന്നു. ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. അമ്മയും പ്രാർത്ഥിച്ചു. അമ്മ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ശക്തമായി ഇപ്പോഴും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു എപ്പോഴൊക്കെ ശുശ്രൂഷയ്ക്കായി കടന്നു അപ്പോഴൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് എൻ്റെ അമ്മ. അപേക്ഷ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറയും. പ്രൈസനോ അപേക്ഷ ഞാൻ പുതിയ വീട് വെച്ച് കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അമ്മ കുടുംബസ്ഥനാണ്. ഭാര്യയുണ്ട്. 3 മക്കളാണ് എനിക്കുള്ളത്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നെല്ലിക്കുന്ന് IPC ചർച്ച്. അമ്മയെ സ്തോത്രം. കൃപയാ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ സാരം ശക്തമായി ഇടിവിൽ നിന്നും പ്രാർത്ഥിച്ച് കരയാൻ അവൻ ഒരമ്മയുണ്ടെങ്കിൽ ക്രൈസ്തവോ ചില തലമുറകൾ എഴുന്നേറ്റ് വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ശക്തമായി ഒരു തലമുറ എഴുന്നേറ്റ് വിശ്വസിക്കുന്നോ? പോരാ പോരാ വിശ്വാസം ശക്തിയോടൊരാളെ പറയാം. ഹല്ലേലൂയ. ഇവിടെ നോക്കണം. 29-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ സ്തോത്രം